ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ അബബാ കുറച്ച് രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അബബ അബബാ അബബാ എടെ അഞ്ച വാപ്പേട് ആ പപ്പാടെ പാട്ട് പഠിക്ക ആ അങ്ങനല്ല ആ പാപ്പാടെ സുന്ദരനെ പാട്. തേജ് ബേബി ഇതാ രാവിലെ തന്നെ നല്ല ഹാപ്പിയിലാണ് കേട്ടോ. റയു ബേബിക്ക് ഇന്ന് എക്സാം ആണ്, അപ്പോൾ മാത്സ് ആണ് കേട്ടോ പരീക്ഷ. അപ്പോൾ ഓനങ്ങനെ റെഡിയാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് ഓന് സ്കൂൾക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഓന് പോയതാണ് കേട്ടോ. ആ ഗേറ്റുമ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കണ പുറത്തേക്ക്. റയാൻ പോയാൽ പറയും റയാന് പോയി, വണ്ടി പോയി എന്നൊക്കെ പറയും കേട്ടോ. റയാനെന്നല്ല പറയാ, ഇയ്യാനെന്നൊക്കെ കേട്ടോ പറയാ. അപ്പോൾ റയാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുങ്ങാണ്ട് കുത്തിരിക്കാണ്. പിന്നെ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നല്ല സെറ്റായിട്ടോ. പിന്നെ നമ്മൾ എന്നത്തെയും ഡ്യൂട്ടി ആയിട്ടുള്ള ക്ലീനിങ്ങിലേക്ക് കടക്കാണ് കേട്ടോ. ഉമ്മ അടുക്കളയിലുണ്ട്, അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ നല്ല സെറ്റാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ പിന്നിലും മുന്നിലൊക്കെ ഷേസ് ബേബി ഇതാ ഓരോ പണി തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് തുണികൾ ഓൻ്റെ കൊട്ടിയതെടുത്ത് വന്നിട്ട് ഇമ്മച്ചി എനിക്ക് തരാൻ പറഞ്ഞിട്ട് എനിക്ക് തരികയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് എന്നും പോലെ നമ്മളെന്നും ഫസ്റ്റ് അങ്ങോട്ട് അടിച്ചു വാരി, എന്നിട്ട് പിന്നെ ഓരോ റൂം ബെഡ്ഷീറ്റും കാര്യങ്ങളും നേരാക്കുക, പിന്നെ അങ്ങനെ തുടക്കുക, വാഷ് ബേസ് കഴുകുക, പിന്നെ അവസാനം തിരുമ്പുക, അങ്ങനെയൊക്കെയായിട്ട് ചെയ്യൽ. അപ്പം ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി കേട്ടോ. ഫസ്റ്റ് ഞാൻ 2 റൂമത്തെയും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാക്കി വെച്ചു, ഒക്കെ നല്ല കൊട്ടി സെറ്റാക്കിട്ടോ. പിന്നെ അതിൽ കുറച്ച് മടക്കി വെക്കാനുള്ള ഡ്രസ്സുകളും തുണികളും 2 റൂമത്തെയും തുണികളൊക്കെ നേരെ മടക്കിയിട്ട് നല്ല നീറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ എന്നും ചെയ്യണ നമ്മൾ ആ ഒരു റൊട്ടീനിൽ നിന്ന് ഞാനൊന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ എളുപ്പം നമ്മളെ ജോലിയൊക്കെ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് ഡെയിലി ഒരു റൊട്ടീൻ ഉണ്ടാവുമല്ലോ. ഒന്ന് അടിച്ച് വാരുക, തുടക്കുക, അല്ലെങ്കിൽ ഒക്കെ ഒന്ന് എല്ലാവരും നേരെ റെഡിയാക്കി ക്ലീൻ ആക്കിയിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഓരോ ചിട്ടകൾ ഉണ്ടാവുമല്ലോ, ഇന്നത് ചെയ്തിട്ട് ഇന്നത് ചെയ്യാന്ന്. അപ്പോൾ ഇന്ന് ഞാനൊന്ന് ഫസ്റ്റ് 2 റൂം ഞാൻ പറഞ്ഞില്ലേ, നല്ല ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ മടക്കാനതൊക്കെ മടക്കി വെച്ചിട്ട് പിന്നെയാണ് ഞാൻ പിന്നെ വാഷ് ബേസ് കഴുകിട്ടോ. ഞാൻ തുടക്കണതിൻ്റെ ഇടയിലാണ് വാഷ് ബേസൊക്കെ കഴുകിയത്. അപ്പോൾ ഇത് രണ്ടും ചെയ്തിട്ട് പിന്നെ ഞാൻ വാഷ് ബേസ് കഴുകി വെച്ചിട്ടോ. വാഷ് ബേസിൻ്റെ അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. റയു ബേബി സ്കൂൾക്ക് പോകുമ്പോൾ ഓൻ്റെ തലമ്മ തേക്കുന്ന എണ്ണ, ചേർപ്പ്, പൗഡർ, ഓൻ്റെ സെൻറ്റും കുപ്പി എല്ലാം കൈമ കൂടെ ആകെ നിരന്നിട്ടുണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖമാണെങ്കിൽ മരുന്നും കുപ്പികൾ നിരന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഷേസ് ബേബിക്ക് 3-4 ദിവസമായിട്ട് മരുന്ന് കൊടുത്തിരുന്നല്ലോ. അപ്പോൾ പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ നിന്നിക്കണു. അപ്പോൾ ആ കുപ്പികളും കാര്യങ്ങളൊക്കെ അവിടെ ആകെ അലമ്പായി കിടക്കുകയാണ്. അപ്പോൾ ആദ്യം അതൊക്കെ മാറ്റിയിട്ട് വാഷ് ബേസ് കഴുകിട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ അടിച്ചോരാൻ വന്നു കേട്ടോ. അടിച്ചോരാൻ ആകെ ഒരു തലക്കെന്ന് ഒരു തല വരെ ഫുള്ള് നീറ്റാക്കി അടിച്ചോരും കേട്ടോ. ഈ സംഭവം ഞാൻ പറയില്ലേ, ചൂല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ അടിയിലൊക്കെ നല്ല അടിച്ചോരണമെങ്കിൽ നമ്മൾ കുറച്ച് നീളമുള്ള ചൂലോട്ട് അടിച്ചോരിട്ട് ബാക്കിയുള്ള സ്ഥലമൊക്കെ അടിച്ചോരാൻ സൂപ്പറാണ് കേട്ടോ. പിന്നെ ഇത് എന്ത് പണിയെടുക്കുമ്പോഴും എനിക്ക് യാതൊരു തൊഴിലും തരൂല കേട്ടോ. മുട്ടായി, ബിസ്ക്കറ്റ്, അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ തന്നെ നിൽക്കാറ് കേട്ടോ. മക്കളുള്ള എല്ലാ ഉമ്മമാർക്കും എന്താ പറയുക, അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. കാരണം എനിക്കൊരു തൊഴിലും തരൂല. ഈ രാവിലത്തെ ഫുഡ് കഴിഞ്ഞാൽ പിന്നെ ഓനിക്ക് എന്തെങ്കിലുമൊക്കെ ബിസ്ക്കറ്റ് ആയിട്ടും മിഠായി ആയിട്ടൊക്കെ വേണം കേട്ടോ. പിന്നെ അടിയത്തൊക്കെ കുറേ ഉമ്മമാരോട് പോയി ചോദിച്ചേക്കും ബിസ്ക്കറ്റ് എവിടെ, മിഠായി എവിടെയെന്നൊക്കെ കേട്ടോ. എനിക്കിതൊന്നും ഓവറായി കൊടുക്കണ ഇഷ്ടമല്ല. അപ്പോൾ ഒരു ദിവസം ഒരു മുട്ടായിനെ ഇപ്പോൾ നമ്മൾ റയ്യാനൊന്നും അന്തല്ലാതെ കുറേ ആ പ്രായത്തിൽ കരയുമ്പോൾ ലേസും കുറേ മിഠായി വാങ്ങിക്കൊടുത്തിട്ട് ഓലെ മിഠായിക്ക് അടുത്തേക്കണം. അതുപോലെ ഫോണൊക്കെ എനിക്ക് ആ പ്രായത്തിൽ അറിഞ്ഞില്ല. ഞാൻ ഫുഡ് കൊടുക്കുമ്പോഴും എന്ത് കരയാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഫോണെടുത്ത് കൊടുക്കും. ഫോൺ കൊടുത്താൽ പിന്നെ ഫുഡും കഴിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എത്ര നേരം വേണമെങ്കിലും ഫോൺ കാണും കേട്ടോ. അപ്പം നമ്മൾ അധികം ഈ ഉമ്മമാർക്കൊക്കെ പറ്റിയൊരു അബദ്ധമാണ് നമ്മൾ മക്കൾക്ക് ആ ഒരു ഫോൺ കൊടുത്തത് കേട്ടോ. പിന്നെ ഇപ്പോൾ കുറേ ഉമ്മമാർക്ക് അതിനെക്കുറിച്ചിട്ട് ബോധ്യമായിട്ടുണ്ട്. ഫോൺ യൂസ് ആക്കാൻ പറ്റൂല, കൊടുക്കാൻ പറ്റൂല, കുഞ്ഞു മക്കൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഫോൺ കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇപ്പോൾ ഷേസ് ബേബിക്ക് ഇപ്പോൾ 2.5 വയസ്സായിട്ടോ. ഈ 2.5 വയസ്സ് വരെയും ഞാൻ ഫോൺ കൊടുത്തിട്ടില്ല. പക്ഷേ എന്നാൽ തന്നെ ഞാൻ യൂസ് ചെയ്യണ കണ്ടിട്ടും റയാൻ ഫുള്ള് ഇപ്പോൾ ഫോണ്
ഇല്ലാന്നല്ല പറയുന്നത്. ഇടയ്ക്ക് എപ്പോഴേലൊക്കെ കാണും ട്ടോ. എന്നാൽ തന്നെ അത് കണ്ടിട്ടും പിന്നെ കാക്കു വിളിക്കണിട്ടും ഇപ്പപ്പ വിളിക്കണിട്ടൊക്കെ അങ്ങനെ ഓനിക്ക് കാണിച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ കാക്കു വിളിക്കുമ്പോൾ ഓനിക്ക് സംസാരിക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കും. ഇപ്പപ്പ വിളിക്കുകയാണെങ്കിലൊക്കെ ഓനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓനോട് സംസാരിക്കുമല്ലോ. അപ്പോൾ ഓന് ഈ സംഭവം കണ്ടിട്ടും നമ്മൾ ഞെക്കണ കണ്ടിട്ടും ഓൻ്റെ കയ്യിൽ കൊടുക്കാതെ തന്നെ ഇത് ഒരു കോള് വരുമ്പോൾ അതെടുക്കാനും അതുപോലെ ഫോണ് എവിടെ കണ്ടാലും നമ്മൾ കിടക്കണ പോലെ നമ്മളിപ്പോൾ ഒരു ഫോൺ എടുത്താൽ ബെഡിൽ കിടക്കുമല്ലോ. ബെഡിൽ കിടന്നിട്ട് അത് കാണുമല്ലോ. അതേപോലെ ഈ ലോക്കൊന്നും തുറക്കാതെ തന്നെ ഫോൺ എടുക്കുക വീട്ടിൽ പോയി കിടക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇത് നമ്മൾ ഫോൺ കൊടുക്കാതെ തന്നെ ഇങ്ങനെ. അപ്പം ഈ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ഫോണും പാടി കൊടുക്കുകയാണെങ്കിൽ ഇവരെ സ്വഭാവം എങ്ങനെയായിരിക്കും? ഇത് ഫോണിൻ്റെ യാതൊരു യൂസേജും അറിയാതെ തന്നെ വെറും നമ്മളെങ്ങനെ യൂസ് ആക്കണമെന്ന് കണ്ടിട്ട് ഈ ഫോൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യണത്. ഫോണും പാടിയും കൊടുത്തെങ്ങനെയാ? അപ്പോൾ ഈ ഷെയ്സു ബേബിക്ക് എന്തായാലും ഈ ഫോണ് എന്താ പറയുക ഒരു 5-8 വയസ്സാവാതെ ഓൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സംഭവം വെച്ച് കൊടുക്കില്ല എന്നൊരു തീരുമാനം ഉണ്ട് ട്ടോ. അങ്ങനെ എല്ലാ ഉമ്മമാരും ചിന്തിച്ചാൽ നമ്മളെ മക്കളെ പല ഇതിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും ട്ടോ. ഈ ഫോൺ കൊടുക്കാന്ന് പറഞ്ഞാൽ അത്രയും വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം കുഞ്ഞു മക്കൾക്കൊരു ഫോൺ കാണേണ്ട ഒരു ടൈമേ ഇല്ല. നമ്മൾ മുതിർന്നവർക്ക് തന്നെ ഇത്ര ടൈം ഫോൺ കാണണം എന്നുള്ളൊരു ഇതുണ്ട് ട്ടോ. അപ്പോൾ ഞാൻ ഈ ഫോണിൻ്റെ കൂട്ടം പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇന്നെന്താ നമ്മൾ ആ ഒരു റൊട്ടീനെ മാറ്റി പിടിച്ചുകൊണ്ട് എൻ്റെ പണികളൊക്കെ നേരത്തെ കഴിഞ്ഞു ട്ടോ. നമ്മൾ അടിച്ചു വാരി തുടച്ചു. അടിച്ചു വാരിയിട്ടാണ് തിരുമ്പാൻ പോയത്. ഇന്നലെ നമ്മൾ പോയപ്പോൾ ഇട്ട ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു. ആ ഡ്രസ്സ് ഒരുപാട് തിരുമ്പാനുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു തിരുമ്പിയിട്ട് തുടച്ചാൽ മതിയാണ്. അപ്പോൾ തിരുമ്പൽ കഴിഞ്ഞിട്ട് ഞാൻ തുടക്കാൻ നിന്നു. തുടച്ചിട്ട് പിന്നെ സിറ്റോടും കാര്യങ്ങളൊക്കെ ഉമ്മ തുടച്ചിരുന്നു. ഞാൻ തിരുമ്പുമ്പോൾ ഉമ്മ സിറ്റോട് തുടച്ചു. പിന്നെ എൻ്റെ തിരുമ്പൽ വേഗം കഴിച്ചിട്ട് ഞാൻ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഷെയ്സു ബേബിക്ക് ഫുഡ് കൊടുത്തു. ഓൻ്റെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്കും ഭയങ്കര വിശപ്പുണ്ടായിരുന്നു ട്ടോ. രാവിലെ കലക്കിപ്പാറുന്ന അപ്പാവുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ 10 മണിക്കല്ല ഒരു 12:30 ടൈമിൽ ഷെയ്സുവിന് കൊടുക്കലുണ്ട് ഞാൻ ഫുഡ് കഴിച്ചു ട്ടോ. അത് കഴിഞ്ഞ് ഷെയ്സുവിനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ 2 മണിക്ക് ഉച്ചച്ചോറ് കഴിച്ചു ട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ട് അതോട്ട് ഇന്ന് ഒരു ചെറിയ സന്തോഷമൊക്കെ ഹാപ്പിനെസ് ഉണ്ട് ട്ടോ. അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് പാലിന് പോയി വന്നിട്ട് നമ്മൾ ഷെയ്സു ബേബിക്ക് ഇന്ന് കുറച്ച് റാഗി കേട്ടോ. റാഗിനെ ആ വെള്ളത്തിലൊന്നും ഇട്ടിരുന്നില്ല. കുറച്ചങ്ങനെ റാഗി എടുത്തിട്ട് വേഗം അരച്ചിട്ട് പിന്നെ അത് വിരകി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ തലേന്ന് വെള്ളത്തിലിട്ടാൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ തോനൊക്കെ ഉണ്ടെങ്കിൽ തലേന്ന് വെള്ളത്തിലിട്ടാലുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ പെട്ടെന്ന് ഇങ്ങോട്ട് അരിച്ചെടുക്കുമ്പോൾ അത് ശരിയാവില്ല. അങ്ങനെ നമ്മൾ നല്ലൊരു പാൽ ചായയൊക്കെ ഇട്ടിട്ട് അതൊക്കെ കുടിച്ചു. പിന്നെ ഉമ്മാക്കും കുറച്ച് മധുരമില്ലാത്തൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ പാത്രങ്ങൾ മോറാനുണ്ടാവുന്നതൊക്കെ ക്ലീൻ ആക്കി. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.